ഹായ് ഓൾ, റസാൻ ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നൈറ്റ് വെയർ ബ്ര എന്നുള്ള കാറ്റഗറിയിലാട്ടോ. അതും ഇവിടത്തെ ഒന്നുമല്ല, നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് ഈ ഒരു കാണുന്ന ഫുൾ സ്റ്റോക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നും ഉണ്ടല്ല, ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ്. നമുക്ക് കിട്ടി, ഇനി അടുത്ത പ്രാവശ്യം ഇത് ഓർഡർ കൊടുക്കുമ്പോൾ കിട്ടണമെന്നും നിർബന്ധമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ലിമിറ്റഡ് സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ ഞാൻ കാണിക്കുന്നത്. നമുക്ക് കംഫർട്ടബിൾ കാരണം നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് നല്ല രീതിയിലാണ് കസ്റ്റമേഴ്സ് സപ്പോർട്ട് തരുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യാമെന്ന് വിചാരിച്ചേ. ഇത് ഞാൻ പറഞ്ഞല്ലോ, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രായാണ്. ഹോം വെയർ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് ഇട്ടുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോകാനൊന്നും പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അതിന് മാത്രം സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഞാൻ ഓരോന്നുമായിട്ട് കാണിക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ മാനിക്യൂറിൽ ഇട്ടേക്കുന്ന ഈ പ്രോഡക്റ്റ് നോക്കാം. ഈ ഒരു പ്രോഡക്റ്റില്ലേ നമുക്ക് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇങ്ങനെ പ്രസ് ബട്ടണും കാര്യങ്ങളും കേട്ടോ വരുന്നത്. ഇതേപോലെ പ്രസ് ബട്ടണും കാര്യങ്ങളാണ് വരുന്നത്. ഈ ഒരു പോർഷൻ നമുക്ക് കപ്പ് കൊടുത്തിട്ടുണ്ട് അവരെ. അപ്പോൾ നമ്മൾ വിചാരിക്കും കപ്പൊക്കെ ഉള്ളപ്പം എങ്ങനെയാണ് അത് ഫിറ്റ് ആവുമോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരത്തില്ലേ. അതിനെ ഈ ഒരു പോർഷൻ നിങ്ങൾ നോക്കിയാൽ കണ്ടോ, ഇത് ഭയങ്കര സ്ട്രെച്ചിങ്ങാണ്. നല്ലതായിട്ട് സ്ട്രെച്ച് ചെയ്യും. ഈ ഒരു പോർഷൻ വന്നിട്ട് ബാക്ക് പോർഷൻ വന്നിട്ട് നല്ലതായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നതനുസരിച്ച് ഇതിങ്ങനെ ഫ്രണ്ടിലേക്ക് നമുക്ക് അത്യാവശ്യം എന്താ പറയുക എടുത്ത് വെച്ച് നമുക്ക് ഹുക്ക് ചെയ്യാൻ പറ്റും. ഇത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ്. ബാക്ക് പോർഷനും കാര്യങ്ങളും വരുന്നത് ഇങ്ങനെയാണ്. ബാക്ക് പോർഷൻ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പ്രായമായിട്ടൊക്കെ ഉള്ളവർക്കും നമുക്കിതൊരു കംഫർട്ടബിൾ വെയർ ആയിട്ടും, പിന്നെ നമുക്ക് തന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ അങ്ങനെ ഉള്ളവർക്കും ആഫ്റ്റർ എന്താ പറയുക ഒരു വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു നൈറ്റ് ഡ്രസ്സിലേക്കൊക്കെ കയറുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം. പിന്നെ വർക്കിംഗ് ലേഡീസ് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ച, വീട്ടിൽ വർക്ക് ചെയ്യുന്നവർക്കും നമുക്കിത് ചെയ്യാം. ഞാനത് പറയാൻ കാരണം ഞാൻ പേഴ്സണലി ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പം മാനിക്യൂറിൽ ഇട്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ ട്രൈ ഔട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഫീലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരു നിപ്പിൾ കൺസീലർ പോലെ കിട്ടുകയും ചെയ്യും. നമുക്കിപ്പോൾ ടീഷർട്ട് യൂസ് ചെയ്യുന്ന, ഇപ്പോൾ ടീഷർട്ടും പൈജാമ പാൻസൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കും അത് നല്ലതായിരിക്കും. കാരണം ടീഷർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് നിപ്പിൾ വിസിബിൾ ആവുന്നു. കാരണം ഇത് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ. അപ്പം നിപ്പിൾ വിസിബിൾ ആവും, ആക്റ്റീവ് ആവും എന്നുള്ളൊരു പേടിയും കാര്യങ്ങളും വേണ്ട. കാരണം ഓൾറെഡി അത് നിപ്പിൾ കൺസീലർ പോലെ ചെയ്യുന്നത് കൊണ്ട്. പിന്നെ ഈ ഒരു ഷോൾഡറിൽ നമുക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെച്ചിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു കംഫർട്ടബിൾ ബ്രാ എന്നുള്ള, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫ്രണ്ട് ഓപ്പൺ എന്നുള്ളൊരു കാറ്റഗറിയിൽ ഇത് പെടുത്താൻ പറ്റുള്ളൂ. ഇത് ഇട്ടുകൊണ്ട് നിങ്ങൾ പുറത്തേക്കോ കാര്യങ്ങളൊന്നും പോകരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് സപ്പോർട്ടും കാര്യങ്ങളും തരത്തില്ല. വീട്ടിൽ നമുക്ക് ഡീസൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റും. കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം പേഴ്സണലി ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം അതിൻ്റെ കളേഴ്സ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് ഈ പറഞ്ഞ പോലെ മാനിക്യൂറിൽ ഇട്ടിരിക്കുന്ന കളേഴ്സ്. ഇതിൻ്റെ സൈസസ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2XL 3XL എന്നുള്ള രീതിയിലാട്ടോ. അപ്പം നിലവിൽ 2 സൈസാട്ടോ ഉള്ളത്. അപ്പോൾ 2XL എന്ന് പറഞ്ഞാൽ ഒരു 38 ഒക്കെ വരെ ഉള്ളവർക്ക്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്ട്രെച്ച് ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പം നമ്മളുടെ ഓരോരുത്തരുടെയും ബോഡി സ്ട്രക്ചർ വന്നിട്ട് ഡിഫറെൻ്റ്. ഇപ്പം ഒരു എക്സാമ്പിൾ എന്നെ തന്നെ പറയാം. അതായത് ഇപ്പോൾ നമുക്ക് ബാക്ക് അധികം ബൾജിങ്ങോ അധികം വണ്ണോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു 38C ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക്, B ആയിക്കോട്ടെ C ആയിക്കോട്ടെ ഒക്കെ ഏതായിക്കോട്ടെ, അധികം ബൾജിങ്ങും കാര്യങ്ങളും ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 2XL ധാരാളമാണ്. ഇനി അതല്ല, ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി വന്നിട്ട് ഭയങ്കര ലീനായിരിക്കും, ഫ്രണ്ടായിരിക്കും അവർക്ക് കുറച്ച് നിൽക്കുന്നത്. അങ്ങനെയുള്ളവർ നെക്സ്റ്റ് സൈസിലേക്ക് പോയി. ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര ഓവർ ഫിറ്റായിട്ട് നിൽക്കുന്ന പ്രോഡക്റ്റേ അല്ല കേട്ടോ. എന്നാലും ഞാൻ പറഞ്ഞില്ലേ, ഒരു ബ്രീത്തബിൾ, എന്താ ആശ്വാസം തരുന്ന ടൈപ്പ് ഒരു പ്രോഡക്റ്റാണിത്. പിന്നെ അടുത്ത ഇത് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിൽ ഒത്തിരി ബൾജിങ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നോക്കി വേണം നിങ്ങൾ എടുക്കാൻ. എന്നാലും നമുക്ക് ഫ്രണ്ട് പോർഷനും കൂടെ ഒന്ന് കവർ ചെയ്ത് കിട്ടണ്ടേ. അപ്പം നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും, പക്ഷെ എന്നാലും അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇത് നോക്കി വേണം എടുക്കാൻ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 589 ആണ്. ഇത് ഇട്ടിരിക്കുന്നതിൻ്റെ പ്രൈസ് വരുന്നത് 589 ആണ്. ഷോൾഡറിലും കാര്യങ്ങളൊക്കെ ഇതേ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഷോൾഡറിൽ ഇത് വരുന്നത്. സൈഡിൽ വരുമ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് സൈഡിലെ കാര്യങ്ങൾ വരുന്നത്.
നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ വീട്ടിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഒരു കളർ ഷെയ്ഡ്. അടുത്ത കളർ ഷെയ്ഡ് ഇത് ഓൾറെഡി നമ്മൾ മാനിക്യൂറിൽ ഇട്ടിട്ടുണ്ട്. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് 2XL ഇതാണ് കേട്ടോ വരുന്നത്. ഇതേ പിന്നെ വീണ്ടും ആഷ് കളർ തന്നെയാണ് വരുന്നത്. 3XL പോകുമ്പം ഇതാണ് 3XL. ഇതേ ഇങ്ങനെയാണ് വരുന്നത്. പീച്ച് കളറ്, നല്ലൊരു ന്യൂഡ് കളറ്, പിന്നെ ഒരു ലൈറ്റ് എന്താ പറയുക റോസ് കളർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അടുത്തത് ആഷ്, എഗെയിൻ പീച്ച്, പിന്നെ ആ ഒരു കളർ. ഇങ്ങനെ കളേഴ്സ് വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കി അയക്കാനും പറ്റും കളേഴ്സ് ഉള്ളത് കൊണ്ട്. അടുത്തത് ഞാനിനി പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി കോട്ടൺ ടൈപ്പ്. ഇനി കോട്ടൺ ടൈപ്പിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്കുണ്ട്. നമുക്ക് ഇഷ്ടം പോലെ ഈ പറഞ്ഞ പോലെ ഏജ് ആയിട്ടുള്ള ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കാറുള്ളതാണ്. ഫ്രണ്ട് ഓപ്പൺ ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് ഇത്രയുടെ ഒരു കംഫർട്ടബിൾ വെയറിൽ ഒരെണ്ണം കൊണ്ടുവന്നതാണ്. ഇതിന് പ്രൈസ് മേളിൽ ഇതിൻ്റെ സൈസ് വരുന്നത് ആദ്യം നമ്മുടെ കയ്യിൽ 2XL, 3XL, 4XL രണ്ടെണ്ണം കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. ഇതും ഞാനൊന്ന് കൊണ്ടുപോയായിരുന്നു. ഇതിൻ്റെ പ്രത്യേകതയിൽ ഒന്ന് ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. കോട്ടൺ ആണ്, സെയിം ഫ്രണ്ട് ഓപ്പൺ പാഡ് ഒന്നുമില്ല. ഇതേപോലെയാണ് വരുന്നത്. നമുക്ക് ആ ഒരു ബ്രസ്റ്റിൻ്റെ ഏരിയയിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്ലോത്തും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർക്കും ഈ ഒരു സ്റ്റിച്ച് ഉള്ളത് കൊണ്ട് നമ്മുടെ ഡ്രസ്സിൻ്റെ പുറത്തേക്കൂടെ വരും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് അകത്തേക്ക് പോയിരിക്കുന്ന സ്റ്റിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡ്രസ്സ് ഇടുമ്പോഴോ അങ്ങനെയൊന്നും ഈ സ്റ്റിച്ച് വിസിബിൾ ആവില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന നൈറ്റി അല്ലെങ്കിൽ നമ്മുടെ നൈറ്റ് വെയർസ് വീട്ടിൽ കൂടെ ചെയ്യുന്ന ഡ്രസ്സിനെ കുറിച്ചൊക്കെ ആട്ടോ ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ പിന്നെ അതേപോലെ തന്നെ എലാസ്റ്റിക് ഇങ്ങനെയാണ് അകത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് പോർഷനിൽ ഇതേപോലെയാണ് കേട്ടോ ബാക്ക് പോർഷനും കാര്യങ്ങളും വരുന്നത്. ഇങ്ങനെയാണ് ബാക്ക് പോർഷൻ വരുന്നത്. ഒരു കംഫർട്ടബിൾ ബ്രാ. എടുത്തെടുത്ത് പറയുന്നത് വീണ്ടും ചോദിക്കും സാഗി ഇവർക്ക് ആർക്ക് പറ്റുമോ അങ്ങനെ ഒന്നുമല്ല. ഇത് വളരെ ഒരു ഹോം വെയർ ബ്രായാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയട്ടെ. ഇത് ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കിയപ്പം ഞാൻ കൊണ്ടുപോയത് 3XL. പക്ഷെ 3XL വേണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് 3XL കുറച്ച് ലൂസായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഇതും ഇല്ലേ കുറച്ച് ഇങ്ങനെ കണ്ടോ, ഇവിടെ കണ്ടോ സ്ട്രെച്ചിങ് ഉണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് കുറച്ച് എനിക്ക് എന്താ പറയുക അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. കംഫർട്ടബിൾ അല്ലെന്ന് പറയാൻ ഞാൻ എടുത്തത് വലിയ സൈസായിപ്പോയി. എനിക്ക് ആക്ച്വലി 2XL മതിയെന്നാണ് എനിക്ക് തോന്നണേ. അപ്പം 2XL ആയിരുന്നു കുറച്ചും കൂടെ എനിക്ക് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓവർ ഫിറ്റ് അല്ല, കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. ഇതിട്ടപ്പം എനിക്ക് ഇച്ചിരി ലൂസായിട്ട് ഫീൽ ചെയ്തു. അപ്പം ഈ ഒരു റെഫറൻസ് വെച്ചിട്ട് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ 2XL ധാരാളമാണ്. 2XL നമുക്ക് കളർ ഷെയ്ഡ്സ് ഇതേപോലെ ഒരു ചെക്ക് ഇതുപോലെ ആട്ടോ വരണേ. അതിൻ്റെ പ്രിൻസും കാര്യങ്ങളും ഇതൊക്കെയാണ് കേട്ടോ കളർ ഷെയ്ഡ്സ്. ലൈറ്റ് ഒരു യെല്ലോ കളർ, പിന്നെ ഈ ഒരു ഷെയ്ഡ് ഇങ്ങനെ ഇത് തന്നെ സെയിം ആണ്. റിപ്പീറ്റിംഗ് കളേഴ്സ് ഉണ്ട് ഇതുപോലെ. ഇങ്ങനെ ഇത്രയുമാണ് 2XL നമുക്ക് ഇരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് 2XLന് വരുന്നത് 649. എല്ലാത്തിനും വരുന്നത് 649 ആട്ടോ. പിന്നെ അതേപോലെ 4XL ഞാൻ കൊടുത്തു നോക്കി. ഇപ്പം നമ്മളിൽ തന്നെ നമ്മളുടെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഷോപ്പിംഗ് ചാർജ് ആ പയ്യൻ്റെ മദറിന് ഞാൻ 4XL കൊടുത്തേക്ക്. ആൾക്ക് കുറച്ച് സൈസ് ഉണ്ട്, പക്ഷെ ആൾക്ക് 4XL ആക്ച്വലി ലൂസാ. 42 അല്ലേ അപ്പോൾ യൂസ് ചെയ്യുന്നത്. 42C ആണോ? 42C അല്ലേ? 42C അത്യാവശ്യം ആൾക്ക് വണ്ണവും കാര്യങ്ങളും ഉള്ളതാ. പക്ഷെ ആളൊന്ന് ഞാനിങ്ങനെ നോക്കിയതാ. അപ്പോൾ ആളൊന്ന് കണ്ടപ്പോൾ അന്ന് അമ്മയ്ക്ക് കൊടുത്തു നോക്കാന്ന് വെച്ച് കൊണ്ടുപോയി 4XL കൊണ്ടുപോയി. പക്ഷെ ആ ഇത്തേക്കും 4XL ഭയങ്കര വലുപ്പമാണ്. അപ്പോൾ ആക്ച്വലി ആ ഇത്തേക്ക് വരുമ്പോൾ 3XL എടുത്താൽ മതി. കാരണം അത് അത്യാവശ്യം സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും സൈസ് ഉള്ളവർക്ക് നോക്കിയിട്ട് അത് ഞാൻ പറയില്ലേ, ഇപ്പം ഓരോരുത്തരുടെയും ബ്രസ്റ്റിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ സൈസ് നമുക്ക് തന്നെ അറിയത്തുള്ളൂ. അപ്പോൾ അത് നോക്കി തന്നെ എടുക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് നല്ല രീതിയിലുള്ള ഒരു സൈസിൽ നമുക്ക് കിട്ടും. പിന്നെ 2XLൻ്റെ കളേഴ്സ് വരുന്നത് ഇത്ര കേട്ടോ. സോറി 2XL അല്ല, 3XLൻ്റെ കളേഴ്സ് വരുന്നത്. പ്രൈസ് എല്ലാ സൈസിനും സെയിം ആണ്. നമുക്ക് ആകെ 2XL 3 പീസേ ഉള്ളൂ. 4XL വരുമ്പം ഈ 2 ഷെയ്ഡേ ഉള്ളൂ കേട്ടോ 4XL. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആയതുകൊണ്ട് അധികം ഒന്നുമില്ല. നമ്മൾ കിട്ടിയേക്കുന്ന സ്റ്റോക്ക് അങ്ങോട്ട് എടുത്തു. പിന്നെ അടുത്തത് ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല.
അടുത്തത് വരുന്നത് ഈ ഒരു ടൈപ്പാണ്. ഇപ്പം നമ്മളിൽ തന്നെ ഇല്ലേ, ടീനേജേഴ്സ് പിള്ളേരോ അല്ലെങ്കിൽ നമ്മളിൽ തന്നെ കുറച്ച് ടീനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ പോകുന്ന പിള്ളേർ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു 20s 30s ഏജിൽ ഇതൊക്കെ ഇടുന്നവരാണെന്നെങ്കിൽ ഒരു സീംലെസ് നോക്കുന്നവരാണ്. സീംലെസ് ഫ്രണ്ട് ഓപ്പൺ എന്ന് പറയുമ്പോൾ അതെങ്ങനെ ഇരിക്കും, ഇതുപോലെ. ഇതിൻ്റെ മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ മെറ്റീരിയൽ ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഹിപ്പ് പാൻറ്റി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത് ബാക്ക് പോർഷനൊക്കെ. ഒട്ടും സ്റ്റിച്ചില്ല, എവിടെയും സ്റ്റിച്ചില്ല, കണ്ടോ, അടിയിലെ പോർഷനൊന്നും സ്റ്റിച്ചില്ല. ഇങ്ങനെയാണ് വരുന്നത്, ഇവിടെയും സ്റ്റിച്ചില്ല. ഏത് ഡ്രസ്സിൻ്റെ കൂടെയും നമുക്ക് പോകാവുന്ന തരത്തിലുള്ള സീംലെസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത്. ഇതിന് ഫ്രീ സൈസ് എന്നുള്ള സൈസാട്ടോ, അത് നോക്കട്ടെ. ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നത് 3XL ആണ് കേട്ടോ. ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നതെല്ലാം ഒരു 3XL എന്നുള്ള രീതിയിലാണ്. പക്ഷെ 3XL ആണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഒത്തിരി അങ്ങോട്ട് ഈ ഫാബ്രിക് സ്ട്രെച്ച് ആവത്തില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ഒന്ന് എടുത്താൽ മതി. ഒരു സീംലെസ് ഒരു സ്പോർട്സ് ബ്രാ അല്ലെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ സ്പോർട്സ് ബ്രാ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഡിപ്പെൻസ്. ഇതൊന്നും ഇട്ടുകൊണ്ട് നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. വോക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ കൂടെ ഉള്ള കാര്യങ്ങൾക്ക് അങ്ങനെയായിട്ടോ പറ്റുള്ളൂ. എടുത്തെടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് വരണ്ടെന്ന് പറഞ്ഞാൽ, കാരണം ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോയിൽ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും സ്റ്റിൽ ഇപ്പോഴും ആൾക്കാർ വീഡിയോ കേട്ട് തുടങ്ങുമ്പോൾ ഫോൺ ചെയ്യും. അങ്ങനെ ചെയ്യരുത്, കാരണം ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ്. കാരണം ഞങ്ങൾക്ക് എല്ലാം കൂടെ ഡീൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കേട്ട് തുടങ്ങുമ്പോൾ തന്നെ ഫോൺ ചെയ്തിട്ട് പിന്നെ ഓൺലൈൻ നോക്കുമ്പോൾ അപ്പോൾ ഓൺലൈനിൽ കിടക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ എഗെയിൻ മെസ്സേജസ് നോക്കാൻ ഡിലേ വരും. ഒന്ന് കേൾക്കുക, കാരണം അത്രയും സ്ട്രെയിൻ എടുത്ത് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് ചുമ്മാ പറയുന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൾ ചെയ്യുക. മെസ്സേജ് അയക്കരുത്, അതിനകത്ത് മെസ്സേജ് അയച്ചാൽ നമ്മൾ എടുക്കില്ല. കോൾ ചെയ്യുക, എന്നിട്ട് ഡൗട്ടുകൾ ചോദിക്കുക. കാരണം ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇനി അതല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാം. കമൻറ്റ് ബോക്സിൽ നിന്നുള്ളത് നമ്മൾ റിപ്ലൈ തരുന്നുണ്ട്. ഇനി അതിൽ നിന്ന് എടുത്ത് നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട്. ഈവൻ ഒരാൾ പറഞ്ഞാൽ കൂടി നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ ഒന്ന് കാണാനായിട്ട്, നമുക്ക് വ്യൂസ് കയറ്റാനോ എടുക്കാനോ എന്നല്ല, കാണുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ പോകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ പറയാൻ കാരണമായി കേട്ടോ. അപ്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് സീംലെസ്സിൽ കളേഴ്സ് ഇതൊക്കെയാണ് കേട്ടോ വരണേ. അതെ, ഇങ്ങനെയൊക്കെയാണ് കളേഴ്സ് വരുന്നത് കേട്ടോ സീംലെസ്സിൽ. ഇത്രയുമാണ്. നമ്മൾ സീംലെസ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാ, എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ട് നമുക്ക് അത്രേ ഉള്ളൂ. പിന്നെ ഇനി അടുത്തത് പറയാൻ പോകുന്നത്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞു. പീരീഡ്സിൻ്റെ നമ്മൾ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പീരീഡ്സിൻ്റെ കോട്ടൺ റീയൂസബിൾ പാഡ്, അതാണ് കേട്ടോ ഇത് അടുത്ത് വെക്കുന്നത്. അതിൻ്റെ ഇതൊന്ന് തരാമോ ബാക്കി. നമ്മൾ ഇങ്ങനെ ഇതത് പ്രിൻ്റഡിലും വരുന്നുണ്ട്, അതേപോലെ തന്നെ പ്ലെയിനിലും വരുന്നുണ്ട്. ഇതേപോലത്തെ ഒരു കോട്ടൺ ലെയറാണ് പോകുന്നത്. ഒരു പാൻറ്റീസും കൂടെ തരും. നോർമൽ ഒരു 85 പാൻറ്റി തന്നാലും മതി, അല്ലെങ്കിൽ ലാർജ്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻറ്റിയിൽ ഇപ്പം നമ്മുടെ കയ്യിൽ 3 തരം പാൻറ്റീസ് ഉണ്ട്, അറിയാമായിരിക്കുമല്ലോ. അതായത് നോർമൽ ഒരു പാൻറ്റി ഉണ്ട്, പീരീഡ് പാൻറ്റി ഉണ്ട്, അതുപോലെ അതായത് നമ്മൾ ഇനി മുന്നേ ചെയ്ത് അബ്സോർബ് പാൻറ്റി എന്ന് പറഞ്ഞാൽ അതായത് പാഡ് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി 3 തരമുണ്ട്. ഇനി നമ്മളിൽ നോർമൽ പാൻറ്റി, ഇപ്പം എപ്പോഴും പീരീഡ് പാൻറ്റി ഇല്ലെങ്കിലും നോർമൽ പാൻറ്റീസ് പീരീഡ് ടൈമിൽ യൂസ് ചെയ്യുന്നവർക്ക്, പാഡ് ബുദ്ധിമുട്ടുള്ളവർക്ക്, അതായത് ഇച്ചിങ് ഒക്കെയാണ്, പാഡ് കാര്യങ്ങളൊക്കെ ഇച്ചിങ് ആണ്, അതിലെ അലർജി അങ്ങനെയുള്ള കോട്ടണിലേക്ക് പോകണം എന്ന് ഉള്ളവർക്ക് നമ്മുടെ പാൻറ്റീസിൽ ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ പാഡ് വെക്കണ പോലെ ഇതേപോലെ ഇൻസേർട്ട് ചെയ്യാം. വെക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാഡ് ചെയ്യില്ലേ, അതേപോലെ നിങ്ങളുടെ സൈസ് അനുസരിച്ചിട്ട് ഇവിടെ 2 കണ്ടോ, ഇവിടെ 2 ഹുക്ക് ബക്കളാണ് ഉള്ളത് കേട്ടോ. 2 ഇങ്ങനെ പ്രസ് ബട്ടൺ ആണ്. ഇതിങ്ങനെ കൊടുക്കുക. ഇവിടെയാണെങ്കിൽ ഇവിടെ ഇനി കുറച്ചും കൂടെ കയറ്റിയിട്ട് വേണമെങ്കിൽ അങ്ങനെ കണ്ടോ, ഇതുപോലെ ഇരിക്കും. നമുക്ക് ഇതുപോലെ ഇരിക്കും. ഇതുപോലെ
നമുക്ക് ഇരിക്കാം. നമ്മളുടെ ഒരു കണ്ടോ ഇങ്ങനെയാണ് വരണ്ടാവുക. അപ്പോൾ നമുക്കത് റീയൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് റീയൂസ് ചെയ്യുകയും ചെയ്യാം, നമ്മൾ വാഷ് ചെയ്യാം. പാഡിന് പകരം കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇനി ചില ഇതിൽ നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാവുന്നത്, നമ്മളുടെ ഈ സൈഡ് പോർഷൻ നമുക്ക് അത്രയും എന്താ പറയുക, ഈ ക്ലോത്ത് ആയതുകൊണ്ട് അത്ര വരത്തില്ലല്ലോ. അപ്പോൾ പാഡ് ഏറെക്കുറെ ഈ ഒരു രീതിയിലായിരിക്കുന്നത്. ഇനി പാഡ് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ നിങ്ങൾക്ക് പാഡും വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യും. കാരണം ഓരോരുത്തരുടെയും എന്താ ബ്ലഡിൻ്റെ ഫ്ലോ വരുന്നത് ഓരോ രീതിയിലല്ലേ. അപ്പം അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി അതല്ല മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവരുണ്ടാവില്ലേ, മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവർക്കും വേണമെന്നുണ്ടെങ്കിൽ നോർമൽ പാൻറ്റിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നോർമൽ പാൻറ്റിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കാം. പിന്നെ പിള്ളേർ ഇപ്പോൾ ഒരു ടീനേജ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, ഇപ്പോഴത്തെ പിള്ളേർക്ക് 10-11 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ ആകുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള പിള്ളേർക്ക് പാഡ് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒട്ടിച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പാൻറ്റിയിലും വെച്ച് കൊടുക്കാം. അപ്പോൾ അവർക്ക് എങ്ങനെ വാഷ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് പാഡ് മാറ്റിയാലും മതി. ഇത് നമുക്ക് വലിയ ഇച്ചിങ്ങോ കാര്യങ്ങളോ ബുദ്ധിമുട്ടൊന്നും വരില്ല. അപ്പം അങ്ങനെ പല രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിത് നമുക്ക് ഷോപ്പിൽ ലാർജ് സൈസ് എന്നുള്ള സൈസിലാട്ടോ നമ്മൾ അവൈലബിൾ ആക്കിയേക്കുന്നത്. നമുക്കിത് ഇതുപോലെയാണ് പാക്കിങ്ങും കാര്യങ്ങളും വരുന്നത്. ഇതിൻ്റെ ഇതുപോലെ കേട്ടോ പാക്കിംഗ് ഒക്കെ വരുന്നത് ഇതുപോലെയാണ്. നല്ല ഡീസൻറ്റ് പാക്കിംഗ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് വരുന്നത് 359, 359 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അല്ലേ, ഇങ്ങനെയൊക്കെയാണ് അതിന് വരുന്നത്. അതിൻ്റെ പ്രിൻസൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇതും നമ്മൾ പുറത്തുനിന്ന് വരുന്നത്, നമുക്കിവിടെ ഒന്നും ഇത് അവൈലബിൾ അല്ല. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇരിക്കുന്നു. ഈ ഒരു പ്രോഡക്റ്റ് എന്തായാലും അങ്ങനെ. അപ്പം വേറെ നമുക്ക് എന്താ പറയുക, ഷോപ്സിലും എന്താ പറയുക, വേറെ ഒരു ഒരു മാർക്കറ്റിൽ പോയാലും പെട്ടെന്ന് അവൈലബിൾ ആകുന്ന ഒരു പ്രോഡക്റ്റ് അല്ല ഇപ്പം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പുറത്തുനിന്ന് ഇറക്കുന്നതായതുകൊണ്ട് അവരെപ്പോഴും ഇങ്ങനെ പാറ്റേൺസ് മാറ്റിക്കൊണ്ടേയിരിക്കും. ഇപ്പം നമുക്ക് അവൈലബിൾ ആക്കിയപ്പം നമ്മൾ എന്താ പറയുക, കസ്റ്റമേഴ്സിനെ ഒന്ന് കാണിച്ചേക്കാമെന്ന് ഓർത്തു. അപ്പം അങ്ങനെ പല പല ഷെയ്ഡ്സ് നമ്മൾ 10 കേട്ടോ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി പേഴ്സണലി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് നോർമൽ ഇപ്പോൾ ഈ പാൻറ്റി ഒക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് നോർമൽ പാൻറ്റി ഇടുമ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഇപ്പം മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാമല്ലോ. രണ്ടില്ലേ, ഇപ്പം നമ്മളിൽ തന്നെ യൂറിൻ ഡ്രോപ്പായിട്ട് പോകുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഈ പാൻറ്റി ലൈനേഴ്സ് ഒക്കെ വെക്കുന്നവരല്ലേ, അങ്ങനെയുള്ളവർക്കും ഇത് നല്ലതാട്ടോ. കാരണം എന്ത് ഞാൻ പറഞ്ഞില്ലേ, കോട്ടനാണ്. അപ്പം നമുക്ക് വേറെ ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നും വരില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വീണ്ടും ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു കസ്റ്റമർ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് ആ ഒരു കമൻറ്റ് കേട്ടപ്പോൾ ഞാൻ വായിച്ചു. അപ്പോൾ എനിക്ക് ഒത്തിരി താങ്ക്സ്. കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിലും നമുക്ക് നമ്മളുടെ ഫീഡ്ബാക്ക്സ് ഇപ്പം ശരിയാണ്. ഇപ്പോൾ ചിലപ്പം ആ ഒരു കസ്റ്റമറുടെ ഫീഡ്ബാക്ക് പോലെ ആവണമെന്നില്ല വേറൊരാൾക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ച്. എന്നാലും ഓരോരുത്തരുടെ ഫീഡ്ബാക്ക് അറിയിക്കുമ്പോൾ നമുക്കതൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അങ്ങോട്ട് ഒത്തിരി താങ്ക്സ് ഉണ്ട് നമുക്ക് ആ കമൻറ്റ് ഇട്ടതിൽ. വേറെ ഒരു റിക്വസ്റ്റും കൂടെ ഉള്ളത്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, വീഡിയോ ഒന്ന് ഫുള്ള് കാണാനൊന്ന് ട്രൈ ചെയ്യുക. അതേപോലെ ഷോപ്പ് ടൂറിൻ്റെ ഒരു വീഡിയോ വിടുന്നുണ്ട്. വേറെ ഒന്നും ഉണ്ടല്ലോ, ഷോപ്പ് എവിടെയാന്ന് നമുക്ക് കമൻസിൽ ഒത്തിരി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷോപ്പ് ടൂർ എവിടെ ഒരു ചെയ്യുന്നു, പ്ലസ് ഷോപ്പ് എവിടെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഷോപ്പ് എവിടെയാണെന്ന് വിളിച്ച് ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഹേഴ്സ് ആൻഡ് ബേബീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അഡ്രസ്സൊക്കെ കിടപ്പുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് വീഡിയോ കാണാൻ താല്പര്യം ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ച് കളഞ്ഞ അവസാനത്തിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ അഡ്രസ്സും കാര്യങ്ങളും അതിനകത്തും മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഗുണമുണ്ട് എന്ന് തോന്നിച്ച് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. എനിക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിയാൻ കാരണം ഇവിടെ വന്ന് എന്നെ പേഴ്സണലി വിളിക്കുന്നുണ്ട്. നമ്പർ ഇതാണ്, എനിക്ക് എൻ്റെ കസിൻ തന്ന അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് തന്ന അങ്ങനെയെന്ന് പറഞ്ഞ് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പം അതിലൊത്തിരി സന്തോഷമുണ്ട്. വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതേപോലെ പുതിയ വ്യൂവേഴ്സിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ്സ് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും
ബൈ.